കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകമാണ് CPIM നിയമസഭയിൽ ഇന്ന് ഉയർത്തിക്കൊണ്ടുവന്ന വിഷയം. കേന്ദ്രത്തിൽ പോയി വലിയ ബഹളമുണ്ടാക്കുന്ന BJPയുടെ സ്വന്തം രാജേട്ടനെ ഈ വിഷയത്തിൽ ഒരു അടിയന്തര പ്രമേയമെങ്കിലും കൊണ്ടുവന്നൂടെ എന്നൊക്കെ കുമ്മനവും കൂട്ടരും ചോദിക്കുന്നുണ്ട്. എന്നാൽ രാജേട്ടൻ മിണ്ടാണ്ടിരിക്കുമ്പോൾ KC ജോസഫ് അടിയന്തര പ്രമേയ ആവശ്യം ഉന്നയിച്ചു. മുഖ്യമന്ത്രി പറയുന്നതെല്ലാം മിണ്ടാണ്ട് കേട്ടോണ്ടിരുന്ന കോൺഗ്രസുകാരുടെ അച്ചടക്കത്തെ ചോദ്യം ചെയ്യും മട്ടിൽ സഭയിലെ ഇടതുപക്ഷ അംഗങ്ങൾ KC സംസാരിക്കുമ്പോൾ നന്നായി തന്നെ ബഹളം വെച്ചു. നിങ്ങൾ അവരെ പ്രകോപിപ്പിക്കുന്നത്? ഈ ബഹളം കേട്ട് അങ്ങനെ ഇരിക്കാൻ ചെന്നിത്തലയ്ക്ക് കഴിയുമോ? പ്രതിപക്ഷ നേതാവ് ചോദ്യം ചെയ്തു. ജോസഫ് 34 വർഷമായി നിയമസഭയിലുള്ള ഒരു സീനിയർ അംഗമാണ്. ഷംസീർ വന്നിട്ട് 10 ദിവസം ആയിട്ടുള്ളൂ. അതാണ് പ്രശ്നം. സാർ, ഇവിടെ റണ്ണിങ് കമന്ററികൾ നടത്തുന്നത് ശരിയല്ല. അങ്ങ് ഇന്ന് ഇവരെ പറ്റി പറഞ്ഞു, ഇവിടുന്ന് ആരെങ്കിലും റണ്ണിങ് കമന്ററി പറഞ്ഞോ? പറഞ്ഞവരെ പറ്റിയാണ് അങ്ങ് പറയേണ്ടത്. ഒടുവിൽ KC സംസാരിച്ചു. ചെന്നിത്തല വാക്കൌട്ടും പ്രഖ്യാപിച്ചു. എല്ലാം കഴിയുമ്പോൾ പതിവ് പോലെ കുഞ്ഞാലിക്കുട്ടിയുടെ ഉപദേശമായി. UDF ആണെങ്കിലും നിയമസഭാ പ്രവർത്തനത്തിൽ പ്രതിപക്ഷത്തിന്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഇടതുപക്ഷത്തെ ഉപദേശിക്കുക എന്ന മർമ്മപ്രധാനമായ പങ്കാണ് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയും ലീഗുകാരും നിർവഹിക്കുന്നത്. പക്ഷേ അല്പം ഡിസിപ്ലിൻ പാലിക്കണ്ടേ? കഴിഞ്ഞ നിയമസഭ ആർക്കും അഭിയോഗമല്ലാത്ത കുറേ സംഭവങ്ങൾ കഴിഞ്ഞ സഭയിലുണ്ടായത് അങ്ങേക്ക് അറിയുന്നതാണല്ലോ. ആ നിലയിലേക്ക് പോയ എന്താ സ്ഥിതി? ഈ ഇരിക്കുന്ന ആൾ ഓരോ സാർ ഇങ്ങോട്ട് ചാടി ഇറങ്ങാൻ എപ്പോഴും ആ സ്ഥിതി ഉണ്ടാക്കുന്ന ഗവൺമെന്റ് നല്ലതല്ല, പ്രതിപക്ഷത്തിന് നല്ലതല്ല. അതൊരു നിലവാരത്തിൽ കൊണ്ടുപോകാൻ എല്ലാവരും സഹകരിക്കണ്ടേ? ഇപ്പോൾ സർ KC ജോസഫ് പറയുമ്പോൾ ഒരല്പം ഡിസിപ്ലിൻ പാലിച്ചാൽ എന്താ കുഴപ്പം? പിന്നെ വരുമ്പോൾ ഇവിടെ വന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോൾ അനാവശ്യമൊക്കെ എല്ലാവരും പറയും. ആ സ്ഥിതിയിലേക്ക് നിയമസഭ നിലവാരം കുറക്കുന്ന സ്ഥിതിയിലേക്ക് എന്തിനാ പോകുന്നത്? സ്പീക്കർ കാര്യം ശ്രദ്ധിക്കണം. അത് എല്ലാവർക്കും പറഞ്ഞു. പുതിയ മെമ്പർമാരാണ്, അവർക്കും ഇതിനുവേണ്ടി വല്ല ഓറിയന്റേഷൻ ക്ലാസ്സോ വേറെന്താ വെച്ചാൽ എടുത്ത് ക്ലിയർ ആക്കണം. കുഞ്ഞാലിക്കുട്ടിയുടെ ഉപദേശം കേട്ട് നന്നായാൽ ഇടതുപക്ഷത്തിന് കൊള്ളാം. അവർ ആ ഉപദേശം കൃത്യമായി തന്നെ അനുസരിക്കുമെന്നാണ് കേൾക്കുന്നത്. കാരണം ഏകീകൃത സിവിൽ കോഡും മറ്റു പ്രശ്നങ്ങളുമൊക്കെ വരുന്നതോടുകൂടി UDF വിട്ട് ഇടതുപക്ഷത്തോട് കൂടാനുള്ള പദ്ധതികൾ കുഞ്ഞാലിക്കുട്ടിയും കൂട്ടരും ആവിഷ്കരിച്ച് വരികയാണത്രേ. തീവ്ര നിലപാടുകാർ എങ്ങനെ അത് സ്വീകരിക്കുമെന്നിടത്ത് മാത്രമാണ് പ്രശ്നം. ഇന്നത്തെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. രാജിക്കത്ത് കൊടുത്ത് പിണറായിയെ നടുക്കടലിലാക്കി ജേക്കബ് തോമസ്. ദേശാഭിമാനം നിൻ കയ്യിൽ സംശോഭനം. ഏറ്റവും അഭിമാനമാണ് അദ്ദേഹം. ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യം. മുഖ്യമന്ത്രി കസേരയിൽ അയാളും DIG കസേരയിൽ നീയും അധികനാൾ വാഴിയല്ലടാ. തത്തയെ വെടിവെച്ച് വീഴ്ത്താൻ ഉമ്മൻചാണ്ടിയും കൂട്ടരും നേരത്തെ ശ്രമം തുടങ്ങി. പരിശീലന ദൃശ്യങ്ങൾ പുറത്ത്. തത്ത ഇപ്പൊ രാജിവെച്ചു എന്ന് പറയും. തത്തയുടെ ഒരു കണ്ണ് ആശാൻ ആദ്യം വെടിവെച്ച് പൊട്ടിക്ക്, അടുത്ത കണ്ണ് ഞാനും പൊട്ടിക്കാം. നീ ആരാടാ? വലിയ ഈശോയോ? ആ വലിയ ഈശോ തോറ്റെടുത്ത് ഈ കൊച്ചു ഈശോ എവിടെ ജയിക്കാനാ? ഏത് കണ്ടാ പൊട്ടിക്കേണ്ടത്? ഇടതോ വലതോ? ആശാൻ ഇഷ്ടമുള്ളത് പൊട്ടിച്ചോ. അത്രയും കാലം തനിക്ക് എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കാം. ES ബിജിമോളെ തുരത്താൻ കാട്ടുമൃഗങ്ങൾ രംഗത്ത്. പാർട്ടിയിൽ തരം താഴ്ത്തൽ. ആനകളിൽ നിന്നും പന്നികളിൽ നിന്നും രക്ഷിക്കണമെന്ന് ബിജിമോളുടെ അപേക്ഷ. ബിജിമോളെ സംസ്ഥാന കൗൺസിൽ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ ആനയേക്കാൾ മാരകമായിട്ടുള്ള കൃഷിനാശം പന്നിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. നിയമസഭയിൽ പുലിമുരുകന് പിന്നാലെ ഭഗീരഥനും. കേരളത്തെ ജലദൗർലഭ്യത്തിൽ നിന്നും രക്ഷിക്കാൻ ഭഗീരഥൻ ഉയർക്കണമെന്ന് ആവശ്യം. വയലാറിന്റെ പെരിയാറേ പർവ്വത നിരയുടെ പനിനീരേ. ശുദ്ധജലം വീണ്ടെടുക്കാനുള്ള പ്രവർത്തനം ഒരു ഭഗീരഥ പ്രയത്നമാവണം. അങ്ങൊരു ഭഗീരഥനാവണം. എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. അട്ടപ്പാടിയിലെ ശിശുമരണത്തെക്കുറിച്ച് വിചിത്രമായ ചോദ്യോത്തരം നിയമസഭയിൽ. ആ ഗർഭങ്ങളെല്ലാം UDF കാലത്തേതെന്ന് മന്ത്രി AK ബാലൻ. അബോർഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കാലഘട്ടത്തിലാണ് പ്രഗ്നന്റ് ആയത്, ഇപ്പോഴാണ് ഡെലിവറി ആയത്. അതിന് ഞാൻ ഉത്തരവാദിയല്ല. സത്യം പറയടാ, നീ തറവാടിനെ ചതിച്ചോ? വാൾവിന്റെ തകരാറാണ്. അതും ഗർഭിണിയായത് നിങ്ങളുടെ കാലഘട്ടത്തിലാണ്, ഇപ്പോഴാണ് പ്രസവിച്ചത്. സത്യം പറയടാ, നീയാണോ? ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനല്ല. ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാകുന്നു. നാളെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.